നമസ്കാരം. മാത്തൻസ് ഫാം യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഞാനിപ്പോൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് എഗ്ഗ് അമിനോ ആസിഡാണ്. എഗ്ഗ് അമിനോ ആസിഡിൻ്റെ ഗുണമെന്ന് പറയുന്നത് ജൈവ പച്ചക്കറിക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു റൂട്ട് ഹോർമോണാണ് ഈ എഗ്ഗ് അമിനോ ആസിഡ് എന്ന് പറയുന്നത്. അത് നമുക്ക് പച്ചക്കറി നട്ടതിന് ശേഷം ഒരു 2 പരുവത്തിലും അതുപോലെ പൂവിടുന്ന സമയത്തും ഇത് തളിക്കുകയാണെങ്കിൽ കീടങ്ങൾ ഒഴിഞ്ഞു കിട്ടും. അതുകൂടാതെ പച്ചക്കറിക്ക് നല്ല പുഷ്ടിയോടെ വളരുന്നതിനും ഗുണം ചെയ്യും. അതുകൂടാതെ പൂവിടുന്ന സമയത്താണെങ്കിൽ പെൺപൂവ് കൂടുതലുണ്ടാകുന്നതിനും ഒരു ഹോർമോണായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു സാധനമാണ് ഈ എഗ്ഗ് അമിനോ ആസിഡ് എന്ന് പറയുന്നത്. അപ്പോൾ അത് ഉണ്ടാക്കാൻ വേണ്ടുന്ന സാധനം എന്ന് പറയുന്നത് നമുക്ക് ആദ്യം വേണ്ടുന്നത് നാടൻ മുട്ടയാണ്. നാടൻ മുട്ട ഇപ്പോൾ ഞാൻ എടുത്തിട്ടുണ്ട്, ഒരു 6 മുട്ട എടുത്തിട്ടുണ്ട്. നാടൻ മുട്ട കിട്ടുകയാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. നാടൻ മുട്ട എടുക്കുക. ഒരു മീഡിയം സൈസ് മുട്ടയാണ് നല്ലത്. അപ്പോൾ അതിന് കൂടെ വേണ്ടുന്നത് സാധനമാണ് ഒന്ന് ശർക്കര ഉണ്ടെങ്കിൽ വെള്ളം ഞാനിത് പൊടിച്ചെടുത്തിട്ടുള്ളതാണ് ഈ സാധനം. അതിൻ്റെ അളവ് ഞാൻ പറഞ്ഞുതരാം. പിന്നെ വേണ്ടുന്ന ഒരു സാധനമാണ് ചെറുനാരങ്ങ. ഇതേപോലെ മുട്ട നമ്മൾ മുങ്ങിക്കിടക്കുന്ന രൂപത്തിലുള്ള ഇതിന് അളവ് എന്ന് പറയുന്നത് മുട്ട മുങ്ങിക്കിടക്കണം. പിന്നെ രണ്ടാമത് വേണ്ടുന്ന ഒരു സാധനമാണ് നല്ല ഗ്ലാസിൻ്റെ ജാറാണ് വേണ്ടത്. നല്ല മൂടി ടൈറ്റാക്കി ഇടാനുള്ള ഗ്ലാസ് ജാറാണ്. നല്ല എയർ ടൈറ്റായി ചെയ്യാനുള്ള ഒരു ജാറ്. ഇത് ഗ്ലാസ് ജാറ് തന്നെ വേണം. പ്ലാസ്റ്റിക്കോ മറ്റുള്ള ജാറിൽ ശരിയാകത്തില്ല. ഒന്നാമതെന്ന് വെച്ചാൽ ചെറുനാരങ്ങ അത് ആസിഡാണ്. അതും ഈ മുട്ടയും കൂടി ചേരുന്ന സമയത്ത് ഇതിൻ്റെ അകത്ത് വർക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ ഗ്യാസും എല്ലാം കൂടി ഒരു പ്രശ്നം ഉണ്ടാകും. അപ്പോൾ ഗ്ലാസ് ജാറാണ് ഏറ്റവും നല്ലത്. ഇനി ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ കുറച്ച് നമുക്ക് ഇനിയിപ്പോൾ മുട്ടേൻ്റെ കൂടെ ശർക്കരയുടെ അളവ് എന്ന് പറയുന്നത് ഒരു മുട്ട ഏകദേശം ഒരു 50-55 ഗ്രാമാണ് ഉണ്ടാവുക. ഒരു മീഡിയം സൈസ് മുട്ട, അതാണ് കറക്റ്റായിട്ടുള്ളൊരു ലെവൽ. അതിന് കൂടുതൽ വണ്ണമുള്ള മുട്ട എടുക്കാതിരിക്കുന്നത് നല്ലത്. ഒരു ഏവറേജ് ഒരു 50-55 ഗ്രാമുള്ള മുട്ട എടുക്കുക. അതിന് ഒരു മുട്ടക്ക് വേണ്ടതെന്ന് വെച്ചാൽ ഒരു 40 ഗ്രാം ശർക്കര. അപ്പോൾ 50 ഗ്രാമിൽ കുറഞ്ഞ മുട്ടയാണെങ്കിൽ ഒരു 30-35 ഗ്രാമുള്ള ഒരു മുട്ടക്ക് 35 ഗ്രാം അളവോടെ ശർക്കര എടുക്കുക. ശർക്കര എന്ന് വെച്ചാൽ വെള്ളം എടുക്കുക, അത് പൊടിച്ചെടുക്കുക. അപ്പോൾ അത് ഒരു വായവട്ടമുള്ള ഗ്ലാസ് ജാറാണ് ഏറ്റവും നല്ലത്. നമ്മൾ കൈയിട്ട് മുട്ട വെക്കാൻ പറ്റുന്ന രീതിയിൽ ഇതേപോലെ അടുക്കി വെക്കുക. ഇതേപോലെ വെച്ചതിന് ശേഷം നമ്മൾ ഇതിൻ്റെ മേലെ ശർക്കര വിതറുക. ശർക്കരേൻ്റെ അളവ് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞാലും ഒരു മുട്ടക്ക് ഏകദേശം 40 ഗ്രാം 35-40 ഗ്രാം വേണം. അധികം കൂടണ്ട, കുറയും വേണ്ട. ഒരു മുട്ടക്ക് ഏകദേശം മുട്ടേൻ്റെ അളവ് ഒരു മുട്ടക്ക് ഒരു 50 ഗ്രാം 55 ഗ്രാം വെയിറ്റ് ഉണ്ടാവും. അതിനൊരു 40 ഗ്രാം, ഒരു മുട്ടക്ക് 40 ഗ്രാം എന്നുള്ള അളവിൽ വെല്ലം ഇടുന്നത് ഏറ്റവും നല്ലത്. അതിനുശേഷം പിന്നെ അടുത്ത ലെയർ മുട്ടയും കൂടി ഇടാം. അപ്പോൾ നമ്മൾ മുട്ടയും ശർക്കരയും വെല്ലം ഇതിൻ്റെ അകത്ത് റെഡിയായി കഴിഞ്ഞു. ഇതാണ് ഇതിൻ്റെ അളവ്. ഒരു മുട്ടക്ക് 40 ഗ്രാം എന്നുള്ള രീതിയിൽ എടുക്കുക. നമ്മളിപ്പോൾ ഇതിൻ്റെ അകത്ത് 6 മുട്ടയാണ് ചേർത്തിട്ടുള്ളത്. 6 മുട്ടക്ക് 40 ഗ്രാം, ഒരു മുട്ടക്ക് 40 ഗ്രാം എന്നുള്ള അളവിലാണ് ഞാൻ ഇപ്പം വെല്ലം എടുത്തിട്ടുള്ളത്. അപ്പോൾ 250-240 ഗ്രാം വെല്ലം എടുത്ത് അത് ചെറുതായിട്ട് പൊടിച്ചിട്ട് വേണം ഇതിൻ്റെ അകത്ത് ചേർക്കാൻ. അപ്പോൾ ഒരു ലെയർ ഞാൻ മുട്ട ചേർത്തു. അതിൻ്റെ മേലെ വെല്ലം വിതറി, അതിൻ്റെ മേലെ രണ്ടാമത്തെ ലെയർ മുട്ട. നിങ്ങൾക്ക് എത്ര ആവശ്യമുള്ളതെന്ന് വെച്ചാൽ അതിന് കണക്കായിട്ട് എടുക്കാം. എത്ര കൂടുതൽ വേണമെങ്കിൽ കൂടുതലെടുക്കാം. അത് നിങ്ങൾ എത്ര ആവശ്യമുള്ളതെന്ന് വെച്ചാൽ ആവശ്യത്തിനനുസരിച്ചുള്ള ഒരു ഗ്ലാസ് ബോട്ടിൽ അതിൻ്റെ അകത്ത് അടുക്കി വെച്ചിട്ട് ഈ വെല്ലവും
മുട്ടയും വെച്ചതിന് ശേഷം നമ്മൾ അടുത്ത് ചെയ്യാൻ പോകേണ്ടതെന്ന് വെച്ചാൽ ചെറുനാരങ്ങയാണ്. 1 കിലോ ചെറുനാരങ്ങ വാങ്ങിയിട്ടുള്ളത്. ചെറുനാരങ്ങൻ്റെ അളവെന്ന് വെച്ചാൽ അതിൻ്റെ നീരാണ് നമുക്ക് ആവശ്യമുള്ളത്. ആ നീര് ഇത് മുങ്ങിക്കിടക്കാൻ മാത്രം വേണം. അപ്പോൾ അതിനായി ഞാൻ ചെയ്യാൻ പോകുന്നത് ചെറുനാരങ്ങ കട്ട് ചെയ്തിട്ട് പിഴിഞ്ഞെടുക്കണം നമുക്ക്. അപ്പോൾ ഇതേപോലെ കട്ട് ചെയ്യാം. അതിന് പിഴിഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് നാരങ്ങ പിഴിയുന്ന സാധനം എടുക്കുക. ഡയറക്റ്റ് അതിനെ തന്നെ പിഴിഞ്ഞ് കൊടുത്താൽ മതി. നാരങ്ങ നമ്മൾ ഇതിനകത്ത് മുട്ട കംപ്ലീറ്റ് മുങ്ങിക്കിടക്കുന്നത് വരെ പിഴിഞ്ഞ് എടുക്കേണ്ടതുണ്ട്. അപ്പോൾ അതിന് നിങ്ങൾ ആവശ്യമുള്ള നാരങ്ങ എത്രയാണെന്ന് വെച്ചാൽ നിങ്ങളുടെ നാരങ്ങയിൽ നീരെത്രയുണ്ടോ അതിനനുസരിച്ചിട്ട്, ഇതിന് തൂക്കമൊന്നുമില്ല. നമ്മളിത് മുട്ട മുങ്ങിക്കിടക്കുന്നത്ര വരെ ഒഴിച്ചിരിക്കണം ഇത് ചെറുനാരങ്ങ. അല്ലെങ്കിൽ എന്ത് സംഭവിക്കുന്നത് വെച്ചാൽ ഇത് കേടാൻ സാധ്യതയുണ്ട്. മുങ്ങിക്കിടന്നിട്ടില്ലെങ്കിൽ ഇതിൻ്റെ ശരിക്കുള്ള വർക്ക് നടക്കില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനകത്ത് ചിലപ്പോൾ സ്മെല്ല് മാറും, പിന്നെ പുഴു വരും, അങ്ങനത്തെ ഓരോരോ പ്രശ്നങ്ങളുണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ടെന്ന് വെച്ചാൽ പിന്നെ ഇത് മുങ്ങിക്കിടക്കുന്നത്രയും ചെറുനാരങ്ങ പിഴിഞ്ഞ് ചേർക്കുക. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഇതിൻ്റെ അകത്ത് ഈ ഗ്ലാസ് ജാർ നല്ലതുപോലെ കഴുകിയതിന് ശേഷം ഉണക്കിയെടുക്കുക. ഉണക്കി നല്ലപോലെ തുടച്ചെടുക്കണം. ഇതിൻ്റെ അകത്ത് വെള്ളം ഒരു തുള്ളി പോലും വെള്ളം ഉണ്ടാകാൻ പാടില്ല. അതാണ് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത്. വെള്ളം ചേർന്ന് കഴിഞ്ഞാൽ ഇത് പിന്നെ കേടാകാനുള്ള സാധ്യതയുണ്ട്. കേടായ പിന്നെ അതിൻ്റെ ഗുണം നഷ്ടപ്പെടുകയ്യ. കേടായ ഭയങ്കര സ്മെല്ലായിരിക്കും. ഇതിൻ്റെ അടുത്ത് നിൽക്കാൻ കഴിയില്ല നിങ്ങൾക്ക്. അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട് ഇതിന്. നിങ്ങൾ കുറച്ചൊക്കെ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ 2 മുട്ടയോ 3 മുട്ടയിലൊക്കെ ഉണ്ടാക്കാം. ഇത് ഒരു ഗ്ലാസ് ജാറിൽ വെച്ചിട്ട് ഇതുണ്ടാക്കിയെടുക്കാം. കൂടുതൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇത് കുറേ കാലം നിൽക്കുകയും ചെയ്യും. കേടാവുന്ന സാധനമല്ല ഇത്. ഇത് ഞാൻ പറഞ്ഞുതരാം ഇതെങ്ങനെ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, ഇത് പിഴിഞ്ഞെടുത്തതിന് ശേഷം ഇത്ര ദിവസം ഇത് വെക്കണം എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ നമ്മൾ ഇതിൻ്റെ അകത്ത് മുട്ട വെച്ചു, അതുകൂടാതെ വെള്ളം പൊടിച്ച് ചേർത്തു, പിന്നെ ചെറുനാരങ്ങ ഏകദേശം 1/2 കിലോ ചെറുനാരങ്ങ തന്നെ മുഴുവനായിട്ട് ഇതിനകത്ത് ആവശ്യം വന്നിട്ടുണ്ട്. നിങ്ങൾ ഉണ്ടാക്കുകയാണെങ്കിൽ ഇതേപോലെ 6 മുട്ട ഉണ്ടാക്കുകയാണെങ്കിൽ 6 മുട്ടക്ക് ഒരു 240 ഗ്രാം 250 ഗ്രാം കുഴപ്പമില്ല, 250 ഗ്രാം വെല്ലം എടുക്കുക. അതേപോലെ ഒരു 1/2 കിലോ ചെറുനാരങ്ങ എടുക്കുക. ഇതേപോലെ പിഴിഞ്ഞ് ചേർത്ത് മിക്സാക്കി വെക്കുക. ഇനി ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിൻ്റെ അകത്തൊന്നും ചെയ്യേണ്ടതില്ല. നിങ്ങൾ പിന്നെ ഇത് മൂടി നല്ല ഭദ്രമായിട്ട് അടച്ചു വെക്കുക. മൂടി നല്ല ടൈറ്റാക്കിയിട്ട് അടച്ചു വെച്ചതിന് ശേഷം നിങ്ങൾ നാളെ ഓരോ ദിവസം എന്ന് വെച്ചാൽ ചെറുതായിട്ട് മൂടി ഒന്ന് ലൂസാക്കി കൊടുക്കുക. ഇതിനകത്ത് ചില ഗ്യാസ് ഉണ്ടാകും. ആ മൂടി ലൂസാക്കിയിട്ട് തുറന്ന് വെക്കുക. വേറെ ഒന്നും ചെയ്യണ്ട. നിങ്ങൾ തുറന്നിട്ട് 1 മിനിറ്റ് തുറന്ന് വെക്കുക. അതേപോലെ തന്നെ തിരിച്ചടച്ച് വെക്കുക. അതുപോലെ നിങ്ങൾ ഏകദേശം 1 മാസം മിനിമം വെക്കണം ഇത് സാധനം. 1 മാസം മിനിമം വെക്കുക. അല്ലെങ്കിൽ 41 ദിവസമാണ് ശരിക്കും ഇതിൻ്റെ കറക്റ്റ് ഡേറ്റ്. 1 മാസം വെച്ചതിന് ശേഷം അത് നിങ്ങൾ ഏകദേശം ഓരോ ദിവസം കഴിയുന്നതിന് ഇതിൻ്റെ മുട്ട ഇതിനകത്ത് നിന്ന് ഏകദേശം ഒരു നാളെയെല്ലാം നോക്കിക്കഴിഞ്ഞ് ഇപ്പം തന്നെ ഇതിൻ്റെ അകത്ത് നിന്ന് കുമ്പള വരാൻ തുടങ്ങി. ഈ സൈഡ് കണ്ടോ, ഇതുകൊണ്ടോ, ഇത് കാണിച്ചു കൊടുത്തേ. ഈ മുട്ടേൻ്റെ അകത്ത് നിന്ന് ഇങ്ങനെ കുമ്പളകൾ വരാൻ തുടങ്ങും. അത് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ മുട്ടേൻ്റെ പുറന്തോടിൽ ദ്വാരങ്ങളുണ്ട്. ഏകദേശം 1000 ദ്വാരങ്ങളുണ്ട്. അത് മുട്ടേൻ്റെ ഇതിനകത്ത് കുഞ്ഞുങ്ങൾ വിരിയുന്ന സമയത്ത് അതിന് ഓക്സിജൻ ശ്വസിക്കാനുള്ള പ്രകൃതി ചെയ്തു വെച്ചിട്ടുള്ളൊരു സംഭവമാണ് ഇതിൻ്റെ അകത്തുള്ള ദ്വാരം എന്ന് പറയുന്നത്. ഈ ദ്വാരത്തിൻ്റെ അകത്ത് നമ്മൾ ചെറുനാരങ്ങ നീരും അതുപോലെ വെല്ലവും കൂടെ അങ്ങോട്ട് ഉള്ളോട്ട് മുട്ടയുടെ അകത്ത് കയറാൻ തുടങ്ങും. അപ്പോൾ അതുകൊണ്ടാണ് ഈ എയർ ഇങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ എയർ ബബിൾസ് വന്നുകൊണ്ടേ ഇരിക്കുന്നതാണ് കാണാൻ പറ്റുക. ബബിൾസ് വരുന്നുണ്ട് ഇതിനകത്ത്. കാണിച്ചെടുത്താൽ ഈ ബബിൾസ് വരും. ഇനി നാളെ നിങ്ങൾ ഇത് ഓരോ ദിവസം കഴിയുന്നതിന് ഇതിൻ്റെ ദ്വാരങ്ങൾ വലുതായി വരും. വലുതായി വരുന്നതിനനുസരിച്ചിട്ട് ഈ മുട്ടയുടെ തോടടക്കം പൊടിയും. മുട്ടത്തോട് ഈ നമ്മളെ ചെറുനാരങ്ങ ഇതിൻ്റെ അകത്തുള്ള ശർക്കര എല്ലാം കൂടെ ചേർന്നിട്ട് കെമിക്കൽ ഫോം ചെയ്തിട്ട് ഇത് പൊടിയാൻ തുടങ്ങും. പൊടിഞ്ഞു കഴിഞ്ഞാൽ 40 ദിവസങ്ങൾ 1 മാസം കഴിയുമ്പോഴേക്ക് ഇതിനകത്ത് മുട്ട കാണാനുണ്ടാവില്ല.
മുട്ട കംപ്ലീറ്റ് മുട്ടത്തോടൊക്കെ അലിഞ്ഞ് ചേർന്നിട്ടുണ്ട് അതിൻ്റെ അകത്ത്. അതൊരു കുഴമ്പ് പരുവത്തിൽ, കുഴമ്പല കുറച്ച് ലൂസായിട്ട് അലിഞ്ഞ് ചേർന്ന് ഇത് മിക്സ് ആയിട്ടുണ്ടാകും. അത് നിങ്ങളെന്ത് ചെയ്യണമെന്ന് വെച്ചാൽ പിന്നെ 40 ദിവസം അല്ലെങ്കിൽ 30 ദിവസം കഴിഞ്ഞ് 30 ദിവസം മിനിമം വെക്കുക. 30ാമത്തെ ദിവസം എടുത്തിട്ട് നിങ്ങളിത് അരിച്ചെടുക്കുക. എന്നാലേ അരിപ്പ നല്ല ഇതായിട്ടുള്ള ചെറിയ ഹോളുള്ള അരിപ്പ എടുക്കുക, അല്ലെങ്കിൽ നേരിയ തുണി എടുക്കുക, അരിച്ചെടുക്കുക. അരിച്ചെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ വെള്ളം തട്ടരുത്. വെള്ളം തട്ടി ഇത് ചീത്തയാവും. വെള്ളം തട്ടാതെ അരിച്ചെടുത്ത് വീണ്ടും തിരിച്ചിട്ട് ഗ്ലാസ് ജാറിൽ തന്നെ സൂക്ഷിച്ച് വെക്കുക. സൂക്ഷിച്ച് വെച്ചതിന് ശേഷം നിങ്ങളെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ പച്ചക്കറികളിൽ 1 ലിറ്റർ വെള്ളത്തിന് 2 മില്ലി എന്ന രീതിയിൽ 2 മില്ലിയേ വേണ്ടൂ. 1 ലിറ്റർ വെള്ളത്തിന് 2 മില്ലി, 2 മില്ലി മുതൽ 5 മില്ലി വരെ എടുക്കാം. കുറച്ച് പിന്നെ വളർന്ന് അതായത് പൂടാനായ ചെടിയാണെങ്കിൽ 5 മില്ലി വരെ, അതിൽ കൂടരുത്. 5 മില്ലി വരെ ആവശ്യമുള്ളൂ. നിങ്ങൾ 2 മില്ലി 2-3 മില്ലി എടുത്താൽ മതി. അത് 5 മില്ലി വരെ ആയാലും കുഴപ്പമൊന്നുമില്ല. അത് നല്ലപോലെ വെള്ളത്തിൽ ഡയലൂട്ട് ചെയ്തതിന് ശേഷം ഇലകളിൽ സ്പ്രേ ചെയ്യുകയും ചെയ്യുക. ഇതിൻ്റെ കീഴെ പിന്നെ വേരിൽ ഇതിൻ്റെ കുണ്ടക്ക് ഒഴിച്ചു കൊടുക്കുകയും ചെയ്യാം. ഇലകളിൽ സ്പ്രേ ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. സ്പ്രേ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഒന്നുകിൽ രാവിലെ ഒരു 9 മണിക്ക് ഉള്ളിലായിട്ട് ചെയ്യുക. അതല്ലാന്നുണ്ടെങ്കിൽ വൈകുന്നേരം 5 മണിക്ക് ശേഷം സൂര്യൻ്റെ ചൂട് അടങ്ങിയതിന് ശേഷം സ്പ്രേ ചെയ്യുക. ഇത് സ്പ്രേ ചെയ്താലുള്ള ഗുണമെന്ന് പറഞ്ഞാൽ നല്ലപോലെ പൂവുണ്ടാവുകയും ചെയ്യും. അതുപോലെ കീടങ്ങളെ അകറ്റി നിർത്താനും സാധിക്കും. നമുക്ക് നല്ലപോലെ പെൺപൂവ് ഉണ്ടാവുക ചെയ്യാം. അത് ഒരു ഹോർമോണായി ശരിക്കും നല്ലൊരു ഹോർമോണായിട്ടാണ് ഇത് വർക്ക് ചെയ്യുന്നത്. അതുപോലെ കീടങ്ങളെ അകറ്റി നിർത്താനും പിന്നെ നന്നായി കീടങ്ങളെ അകറ്റി നിർത്താൻ വേണ്ടി സാധിക്കും. പിന്നെ പറയാനുള്ളതെന്ന് വെച്ചാൽ ഈ സാധനം തന്നെ നമുക്ക് വേറൊരു രീതിയിലും കൂടി ഉണ്ടാക്കാം. ഇത് ഒന്ന് ചെയ്യുന്നതെന്ന് വെച്ചാൽ മുട്ട ഇതേപോലെ ഗ്ലാസ് ജാറിൽ അടക്കി വെച്ചതിന് ശേഷം പിന്നെ ചെറുനാരങ്ങ നീര് ഇതിൻ്റെ അകത്ത് മുഴുവനായിട്ട് മുട്ട മുങ്ങിക്കിടക്കുന്ന രീതിയിൽ ചെറുനാരങ്ങ നീര് ഒഴിക്കുക. അതിനുശേഷം 15 ദിവസം കഴിഞ്ഞതിന് ശേഷം ഈ ഒരു മുട്ടക്ക് വേണ്ടുന്ന ആവശ്യത്തിന് ഞാൻ പറഞ്ഞില്ല 30 മുതൽ 40 ഗ്രാം വരെ വെല്ലം ആവശ്യമാണ്. അത്രയും വെല്ലം എടുത്ത് പൊടിച്ചിട്ട് ചേർക്കുക ഇതിനകത്ത്. നമ്മൾ ആദ്യം പറഞ്ഞു മുട്ട, പിന്നെ ചെറുനാരങ്ങ നീര്, അതിന് ശേഷം 15 ദിവസം കഴിഞ്ഞതിന് ശേഷം വെല്ലം ഉരുക്കി ചേർക്കുക. ഉരുക്കിയിട്ടോ അല്ലെങ്കിൽ പൊടിച്ചിട്ടോ ചേർത്തതിന് ശേഷം ഒന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കിയിട്ട് പിന്നെയും 15 ദിവസം വെക്കുക. അതിനുശേഷം അരിച്ചെടുത്തിട്ട് ഉപയോഗിക്കാവുന്നതാണ്. അങ്ങനെ 2 രീതിയിൽ ഈ സാധനം ഉണ്ടാക്കുക. ഞാൻ ചെയ്യുന്നത് ഇതുപോലെ ഇത് ഇങ്ങനെയാണ് ചെയ്യുന്നത്. പിന്നെ നമുക്ക് കൂടുതൽ പണിയില്ല. പണി മാത്രമല്ല പിന്നെ സ്മെല്ലുണ്ടാവില്ല. ആദ്യത്തെ രീതിയിൽ ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ ചെറിയ വെള്ളമോ അല്ലെങ്കിൽ നമ്മുടെ കൈയിൻ്റെ ഇതൊന്നും പറ്റിക്കഴിഞ്ഞാൽ വല്ലാത്തൊരു സ്മെല്ലുണ്ടാവും. അപ്പോൾ ആദ്യമേ നിങ്ങൾ വെള്ളം ചേർക്കുകയാണെങ്കിൽ സ്മെല്ലുണ്ടാവില്ല. ഇതായിരിക്കും ഒന്നുകൂടെ നല്ലത്. പലയാളും പല രീതിയിൽ ചെയ്യുന്നുണ്ട്. അതുപോലെ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഈ സാധനം 1 വർഷമോ 2 വർഷം വരെ ഉപയോഗിക്കുക. എയർ ടൈറ്റായിട്ട് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ആവശ്യമുള്ള സമയത്ത് ഉപയോഗിക്കാവുന്നതാണ്. ഇത് ഏറ്റവും നല്ലത് പച്ചക്കറികൾക്ക് പിന്നെ പൂവിടുന്ന സമയത്ത് പൂവിടാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ചെറിയ പ്രായത്തിലും ആഴ്ചയിൽ 1 പ്രാവശ്യം നിങ്ങൾ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നതാണ് നല്ലത്. അതാണ് ഇത്രയും ഇതിനെക്കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എഗ് അമിനോ ആസിഡ് ഉണ്ടാക്കേണ്ട രീതി മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇത്രയാണ് പറയാനുള്ളത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവും എന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അവിടെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.